കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മിനി സ്ക്രീൻ നടിയായ രക്ഷാരാജ് ആശുപത്രിയിലാണ് എന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ വീണ്ടും ആ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ശ്രദ്ധിക്കുന്നത്. രക്ഷാരാജ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിലായിരുന്നു. താരത്തിന് പനി പിടിച്ചായിരുന്നു ആശുപത്രിയിലായത്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി ആദ്യം പങ്കുവെക്കുകയും ചെയ്ത് രക്ഷാരാജ് തന്നെയാണ്. എന്നാൽ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രക്ഷാരാജ് ആശുപത്രിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വാർത്തകൾ പങ്കുവച്ചത്. ഇതോടെ താരത്തിന് എന്തു പറ്റിയെന്ന ചോദ്യമായിരുന്നു ആരാധകർക്കും. പിന്നീടാണ് പനി പിടിച്ചായിരുന്നു ആശുപത്രിയിലായത് എന്നും ഇപ്പോൾ ഭേദമായി തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും പുറത്തു വന്നിരിക്കുന്നത്. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് രക്ഷാരാജ്. സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലെ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് രക്ഷാരാജ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയത്. അതിനു മുൻപ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയലിലും പിന്നീട് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലെ അപ്പുവായിട്ടും ഇപ്പോൾ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അഭിയുടെയും വീട് പരമ്പരയിലെ ജാനകിയായിട്ടും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞു രക്ഷാരാജ്. സോഷ്യൽ മീഡിയയിലും താരം സജീവ സാന്നിധ്യമാണ്. താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ്. എന്നാൽ അക്കൂട്ടത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താരം ആശുപത്രിയിലാണ് എന്നൊരു വാർത്തയാണ് പുറത്തു വന്നത്. ഇതോടെ ആരാധകരെല്ലാവരും എന്താണ് പറ്റിയതെന്ന് തിരക്കിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഒടുവിലാണ് പനി ബാധിച്ചാണ് ആശുപത്രിയിലായത് എന്നും ഇപ്പോൾ ഭേദമായി തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എന്നും അഭിനയത്തിലും സജീവമായിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും ആരാധകരെല്ലാവരും വലിയ ആശ്വാസത്തിൽ തന്നെയാണ്. ജാനകിയുടെയും അഭിയുടെയും വീട് പരമ്പര നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.